കണ്ണാ, എനിക്ക് കണി കാണണ്ടേ? ഹലോ എവ്രിവൺ, ഇന്ന് വിഷു ഒക്കെ അല്ലേ, അപ്പൊ കുറച്ച് വെറൈറ്റി ഒക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ ഇവിടെ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. നാട്ടിലിപ്പോ എല്ലാരും വിഷു ഒക്കെ അടിച്ചു പൊളിച്ച് ആഘോഷിക്കുമായിരിക്കും. നമ്മൾ പുതിയ വീട്ടിലോട്ട് മാറിയതിന് ശേഷമുള്ള ആദ്യത്തെ വിഷു ആയതുകൊണ്ട് ചെറിയ തോതിൽ ഒരു കണിയൊക്കെ ഒരുക്കി ഒന്ന് വിഷു ആഘോഷിക്കാമെന്ന് കരുതി. ഇവിടെ ഇപ്പൊ സമയം രാവിലെ 8:30 ആയി. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് തട്ടിക്കൂട്ടുമ്പോഴേക്കും നിങ്ങൾ പോയി ഇന്നലത്തെ എന്റെ വിഷു ഒരുക്കങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വായോ. അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകളോടൊപ്പം എന്റെ ഈ കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഇന്ന് 14th ഏപ്രിൽ, നാളെ വിഷു ആണ്. അപ്പോൾ ഞാൻ രാവിലെ നടക്കാൻ ഇറങ്ങിയ കൂട്ടത്തിൽ കണി ഒരുക്കാനുള്ള കുറച്ച് സാധനം കൂടെ വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. വലിയ കണിയൊന്നും ഒരുക്കുന്നില്ല, ചെറിയ തോതിലുള്ള ഒരു വിഷുക്കണി. അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. വിൻ്ററൊക്കെ കഴിഞ്ഞ് സ്പ്രിങ് ആയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തുളിപ്സ് ഒക്കെ കിളിച്ച് വന്നേക്കുന്നത്. അങ്ങനെ കടയെത്തി എല്ലാ സാധനങ്ങളും കുറച്ച് വാങ്ങിച്ചു. സാധനമൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്തി. കണിയൊക്കെ ഒരുക്കുന്നതിന് മുന്നേ ആയിട്ട് റൂമെല്ലാം ഒന്ന് തൂത്ത് തുടയ്ക്കണം. അതുപോലെ തന്നെ കുറച്ച് ക്ലീനിങ് പരിപാടികൾ പെൻഡിങ് ഉണ്ട്, അതും കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് വേഗം പോയി കുളിച്ചിട്ട് വന്നിട്ട് നമുക്ക് കണി ഒരുക്കാം. ഇവിടെ ഇപ്പോൾ സമയം 6 മണിയായി. ഇപ്പോഴും സൺസെറ്റ് ആയിട്ടില്ല. 8 മണിയൊക്കെ ആകും ഇപ്പം സൺസെറ്റ് ആവണമെങ്കിൽ. അതുവരെ ഈ ഒരു വെട്ടം ഇങ്ങനെ നിൽക്കും. കുളിയൊക്കെ കഴിഞ്ഞു, ഇനി നമുക്ക് കണി ഒരുക്കാം. നമ്മുടെ പൂജാ റൂം ഇവിടെയാണ് വരുന്നത്. കണി ദാ ഈ ഒരു ഭാഗത്തായിട്ട് ഒരുക്കാം എന്ന് വിചാരിച്ചു. നാട്ടിൽ ഈ സമയം വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്ക് നിറയെ കൊന്നപ്പൂ കിട്ടുമായിരുന്നു. ഇവിടെ പ്ലാസ്റ്റിക് പൂവാണ് ഏക ആശ്രയം. അതുമാത്രമാണോ, ചക്കയും തേങ്ങയും വെള്ളരിക്കയും ഒക്കെ ഞാൻ ഈ കണിയിൽ മിസ് ചെയ്യും. നാട്ടിലെ വിഷുവും ഓണവും ഒക്കെ മിസ് ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചാൽ അതില്ലാതിരിക്കുമോ? പക്ഷെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ മുന്നേ ഉണ്ടായിരുന്ന അതേ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാവണമെന്നില്ല. അന്ന് അത്രമേൽ ആഗ്രഹിച്ച പല കാര്യങ്ങളും ഇപ്പം നടക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് മിസ് ചെയ്യുന്നു എന്നതിനേക്കാളും ചുറ്റുമുള്ള സാഹചര്യത്തിലും ആൾക്കാരിലും ഒക്കെ സന്തോഷം കണ്ടെത്താനാണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത്. അങ്ങനെ കഥ പറഞ്ഞ് കഥയ്ക്കൊടുവിൽ വിഷുക്കണി ഒരുക്കങ്ങൾ റെഡിയായി. രാവിലെ അലാറം ഒക്കെ വെച്ച് കണി കാണണം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കൊച്ചു വിഷുക്കണി. എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? അപ്പൊ എല്ലാവർക്കും ഈ ഒരു കൊച്ചു വിഷു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള കൊച്ചു വിശേഷങ്ങളും കുഞ്ഞു സന്തോഷങ്ങളുമായി പുതിയൊരു വീഡിയോയുമായി തിരിച്ചെത്തുന്നത് വരെ നിങ്ങളുടെ സ്വന്തം സായി.